ദേഷ്യമാണോ പാറു? ഇല്ല, നീ കളവ് പറയണ്ട. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്. രാത്രിയായില്ലേ, നീ എന്തിനാ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? വല്ലം അറിഞ്ഞാലേ വഴക്ക് പറയില്ലേ? സോറി പാറു, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതിന് സോറി. ഓ, അതൊന്നും കുഴപ്പമില്ല, നീ കരയൊന്നും വേണ്ട. അല്ല, ഇതാര് പൈങ്കിളിയാ? ചെറിയമ്മക്ക് എന്നോട് ദേഷ്യമാണ്. ഞാനെന്തിനാ മോളെ നിന്നോട് ദേഷ്യപ്പെടുന്നത്? നീ ചെറിയ കുട്ടിയല്ലേ, എന്നോട് എന്തിനാ ഞാനൊക്കെ ദേഷ്യപ്പെടുന്നത്? അയ്യോ മോളെ, നീ കാര്യമൊന്നും വേണ്ട, നീ ചെറിയ കുട്ടിയല്ലേ, നിന്നോടൊന്നും ആരും ദേഷ്യപ്പെടില്ല കേട്ടോ. ശരി ചെല്ലമ്മേ. പാറു മോളെ കുട്ടാപ്പിനെ തന്നേ, ഞാനേ അമ്മയെ കൊണ്ടേ അപ്പുറത്ത് കിടത്തിട്ട്. വാ മോനെ, അമ്മയുടെ കുട്ടാപ്പി മോനെ എണീച്ചേ. മോളെ കുട്ടാപ്പി, ഇവിടെ നിന്റെ മടിയിൽ കിടന്നുറങ്ങുവല്ലേ, അതുകൊണ്ടേ അമ്മ പോയി അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അപ്പോ ഒന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും, അപ്പൊ എടുക്കാട്ടോ. കുട്ടാപ്പി, നീ പോയി ബെഡിൽ കിടന്നുറങ്ങ് കുട്ടാപ്പി, എനിക്ക് കൈ വേദനിക്കുന്നു. ഞാൻ ചേച്ചിയുടെ മടിയിലാണ് കിടന്നുറങ്ങുന്നേ. കുട്ടാപ്പി, നീ എന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന, ഞാൻ മടിയിൽ കിടത്താട്ടോ. ഇല്ല പൈങ്കിളി, ഞാൻ നിന്റെ മടിയിൽ കിടന്നുറങ്ങുന്നില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേ? നീ നിന്റെ വീട്ടിലേക്ക് പോ. നിനക്ക് എന്തിനാണ് എന്നോട് ഇത്രക്കും ദേഷ്യം? നീ ഞങ്ങളോട് നേരത്തെ ദേഷ്യപ്പെട്ടില്ലേ, അതുകൊണ്ട് ഇനി നിന്നോട് ഞാൻ സംസാരിക്കുന്നില്ല. ഞങ്ങൾ നിന്നോട് സംസാരിക്കേയില്ല, എന്നോട് വെച്ചിട്ട് കളിക്കൂല. ശരി എന്നാ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ചേച്ചി നിക്കേ. എന്റെ കുട്ടാപ്പി, നീ എന്തിനാ പാവം ചേച്ചിയോട് ദേഷ്യപ്പെട്ടത്? പാവം, അവൾ ഭയങ്കര സങ്കടത്തിൽ ഇവിടേക്ക് വന്നതല്ലേ. നീ നേരെ സംസാരിക്കണ്ടായിരുന്നോ? ഇനിയിപ്പോ ഇത് വല്യമ്മയ്ക്ക് അറിഞ്ഞാലേ തീർന്നു. കുട്ടാപ്പി, എന്ത് വേണേലും പറഞ്ഞോട്ടെ, ചേച്ചിയോട് ഞാൻ ദേഷ്യമൊന്നുമില്ല കേട്ടോ. സത്യാണോ? അതെ. നീ കരയല്ലേ ചേച്ചി, പ്ലീസ്. നീ കരയുന്നത് കാണാൻ എനിക്ക് വയ്യ. നീ കരയുന്നത് കാണുമ്പോ ഇല്ലേ, വാട്ടർഫോൾസിന് വെള്ളം വരുന്നത് പോലെ ഉണ്ട്. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? നീ എന്നോട് നേരെ ആയിന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാവുന്നതല്ലേ? എനിക്കറിയാം, എനിക്കറിയാം. നിനക്ക് എപ്പോഴും എന്നെ കളിയാക്കുന്നതല്ലേ പണി. ചേച്ചി എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നേ? ചേച്ചിയോട് ദേഷ്യപ്പെടാൻ വേണ്ടിട്ട് ഞാൻ വല്ലതും പറഞ്ഞോ? പിന്നെ നീ എന്തിനാ എന്നെ കളിയാക്കുന്നത്? അത് ഞാനുള്ള കാര്യം പറഞ്ഞതല്ലേ. സത്യമായിട്ടും ചേച്ചിനെ കാണുമ്പോ വാട്ടർഫോൾസിന് വെള്ളം വരുന്നത് പോലെ ഉണ്ട്. ചേച്ചി കയറുമ്പോ കാണാൻ നല്ല രസമുണ്ട്. ഒന്നുകൂടി കയറുന്നേ. നീ വീണ്ടും വീണ്ടും എന്നെ കളിയാക്കുവാണല്ലേ. നീ ഇപ്പൊ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? നീ എന്നെ പലപ്പോഴും കളിയാക്കാറില്ലേ, അപ്പൊ ഞാൻ ദേഷ്യപ്പെടലുണ്ടാ? ഇനി നീ എന്നോട് മിണ്ടേ വേണ്ട പോ. ഇനി എന്റെ അടുത്ത് വരണ്ടേ വേണ്ട, എന്നോട് മിണ്ടേ വേണ്ട, എനിക്ക് നിന്നെ കാണണ്ടേ വേണ്ട. അല്ലയോ നിന്റെ അടുത്തായിരുന്നു. അല്ല മോളെ, മോൾ ഇതെവിടെ പോയേക്കുവായിരുന്നു? അമ്മേ, ഞാനില്ലേ ചെറിയമ്മയുടെ വീട്ടിൽ പോയി വന്നതാ. ചെറിയമ്മയുടെ വീട്ടിൽ പോയിട്ട് അവര് സംസാരിച്ചോ? പാറും കുട്ടാപ്പിയും സംസാരിച്ചോ മോളോടെ? അവര് എന്നോടമ്മ സംസാരിച്ചായിരുന്നേ, പക്ഷേ ഇല്ലേ പാറുല്ലേ എന്നോട് ഞാൻ കാര്യം പറയുവാ. നീ എന്താ വാട്ടർഫോൾസിന് വെള്ളം വരുവാണോന്ന്, നിന്റെ കണ്ണ് നല്ല വെള്ളം വരുന്നേന്ന്. അപ്പൊ അത് കേട്ടിട്ടമ്മല്ലേ എനിക്കല്ലേ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നേ. അപ്പൊ ഞാന് അവളോട് അതേ പിണങ്ങി അമ്മേ. എന്നിട്ടില്ലേ അമ്മേ, ഞാനില്ലേ പാറുവിനോട് അടി കൂടിട്ട് വന്നതമ്മേ. സാരില്ല മക്കളെ, മോളെ പോയിട്ട് അടക്കായിരുന്നു ഉറങ്ങട്ടാ. അതൊന്നും കുഴപ്പമില്ല, നാളെ ആകുമ്പോ ശരിയാവട്ടോ.